ഗ്ലോബലൈസേഷൻ്റെ ഒറിജിനും സ്കോപ്പും കമ്പോണൻസും ആണ് ഇന്നത്തെ ഇതിൽ പറയുന്നത്. എങ്ങനെയാണ് അത് ഒറിജിനേറ്റ് ചെയ്തതിൻ്റെ സ്കോപ്പ് എന്താണ്, കമ്പോണൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ, അതും ഒറിജിൻ ആൻഡ് സ്കോപ്പാണ് പറയണത്. ഗ്ലോബലൈസേഷൻ ഇൻ എ ഫണ്ടമെൻ്റൽ സെൻസ് ഈസ് നോട്ട് എ ന്യൂ ഫിനോമിന. എന്താണ്, ഒരു പുതിയ ഒരു പ്രതിഭാസമല്ല ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞാൽ, ഒരു ഫണ്ടമെൻ്റൽ സെൻസാണ്, അടിസ്ഥാനമായിട്ട് വേണ്ട ഒന്നാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് ഹിസ്റ്ററി, സ്റ്റാർട്ടിങ് വിത്ത് ദ ലാർജ് മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ. എന്താണ്, ജനങ്ങൾ ഉണ്ടായ ആ കാലം തുടങ്ങി, ലാർജ് മൈഗ്രേഷൻ, കൂടുതലായിട്ട് ജനപ്പെരുപ്പം ഉണ്ടായപ്പോൾ തുടങ്ങി എന്തുണ്ട്, ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് സ്റ്റാർട്ടിങ് ആണ്. ഇറ്റ് ഈസ് ആസ് ഓൾഡ് ആസ് ഹിസ്റ്ററി അല്ലെ, സ്റ്റാർട്ടിങ് ചരിത്രം തുടങ്ങുന്നതിന് മുൻപ് കാലത്ത് തന്നെ ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് എന്തുണ്ട്, ജനങ്ങൾക്കിടയിൽ ഉണ്ട്. ഇറ്റ് ഹാസ് ബീൻ എ ഹിസ്റ്റോറിക്കൽ പ്രോസസ് വിത്ത് എബ്സ് ആൻഡ് ഫ്ലോസ്. ട്രേഡിംഗ് ബിസിനസ് നടത്തുമ്പോൾ അതിൻ്റെ എബ്സ് ആൻഡ് ഫ്ലോസുകൾ, അപ്പ് ആൻഡ് ഡൗൺസ് ഉണ്ടായിരിക്കും. അതുപോലെ തന്നെ ഒരു ഹിസ്റ്റോറിക്കൽ പ്രോസസ്സായിട്ട് തന്നെ ഗ്ലോബലൈസേഷൻ ഉണ്ടായിരിക്കുന്നത്. ഡ്യൂറിങ് ദ പ്രീ വേൾഡ് വാർ ഫസ്റ്റ് പീരീഡ് ഓഫ് 1817 to 1913, there was rapid integration of the economies in terms of trade flows, movement of capital and migration of people. ഫസ്റ്റ് വേൾഡ് വാർ, ആദ്യ സമരത്തിൻ്റെ വേൾഡ് വാറിൻ്റെ കാലത്ത്, ലോക മഹായുദ്ധകാലത്ത് ആ പീരീഡിൽ 1870 തുടങ്ങി 1913 ആ കാലഘട്ടത്തിലാണ് ഏറ്റവും കൂടുതൽ സാമ്പത്തിക മേഖലയിൽ എന്താണ് ട്രേഡ് ഫ്ലോസ്, മൂവ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ, മൈഗ്രേഷൻ ഓഫ് പീപ്പിൾ, ഈ കണ്ടീഷൻസ് കൂടുതലായിട്ടുണ്ടായത് ആ കാലയളവിൽ ഉണ്ടായിരുന്നു. ഫസ്റ്റ് വേൾഡ് വാറിൻ്റെ പീരീഡിൽ കേട്ടോ, 1870 1913 കാലഘട്ടങ്ങളിലാണ്. The inter-war period had many restrictions in the movement of goods and services. എന്താണ്, യുദ്ധം നടന്നുകൊണ്ടിരിക്കുന്ന ആ പീരീഡിൽ എന്താണ്, ഒരുപാട് റെസ്ട്രിക്ഷൻസ് ഉണ്ടായിരുന്നു ഗുഡ്സ് ആൻഡ് സർവീസ് കൈമാറ്റം ചെയ്യുന്നതിന്. ആഫ്റ്റർ 1945 there was again a drive for increased integration. 1945 ശേഷം വീണ്ടും എന്തുണ്ടായിരുന്നു, ഒരു ഇൻ്റഗ്രേഷൻ കൂടുതലായിട്ട് വന്ന്. ഇൻ്റഗ്രേഷൻ ഉദ്ദേശിക്കുന്നത് ജനങ്ങൾ തമ്മിൽ അങ്ങോട്ടും ഇങ്ങോട്ടും യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ലാതെ ഗുഡ്സ് ആൻഡ് സർവീസുകൾ ട്രാൻസ്ഫർ ചെയ്യുന്നത് കേട്ടോ, 1945 ശേഷം. In the last decade, globalization got tremendous inputs from massive changes in communication and information technology. എന്നാൽ അവസാന കാലത്ത് ആയപ്പോഴേക്കും യുദ്ധമൊക്കെ കഴിഞ്ഞ് അതിൻ്റെ ലാസ്റ്റ് ആ ഇതിലേക്ക് എത്തിയപ്പോഴേക്കും ഗ്ലോബലൈസേഷൻ എന്താണ്, ഒരുപാട് മാറ്റങ്ങൾ വന്നിട്ടുണ്ട്, മാസീവ് ചേഞ്ചസ് ആണ് വന്നിരിക്കുന്നത്. അത് കമ്മ്യൂണിക്കേഷൻ ആയിട്ടുണ്ടെങ്കിലും ഇൻഫർമേഷൻ ടെക്നോളജി ആയിട്ടുണ്ടെങ്കിലും ഒരുപാട് മാറ്റങ്ങൾ കൊണ്ടുവരാനായിട്ട് സാധിച്ചിട്ടുണ്ട്. വാട്ട് ഈസ് സ്ട്രൈക്കിംഗ് ഇൻ ദ കറൻറ്റ് എപ്പിസോഡ് ഈസ് ദ നേച്ചർ ആൻഡ് സ്പീഡ് ഓഫ് ട്രാൻസ്ഫോർമേഷൻസ്. ഇപ്പോഴത്തെ ഒരു അവസ്ഥ നോക്കുകയാണെങ്കിൽ എന്താണ്, വളരെ സ്പീഡിലാണ് ഓരോ ട്രാൻസ്ഫോർമേഷൻസും, ആശയ കൈമാറ്റമായിട്ടുണ്ടെങ്കിലും അല്ലെങ്കിൽ ഗുഡ്സ് ആൻഡ് സർവീസ് ട്രാൻസ്ഫർ ചെയ്യുന്നതായിട്ട് നടക്കുന്നത്. ദ ഇമ്പാക്റ്റ് ഓഫ് ഗ്ലോബലൈസേഷൻ ഓൺ മാർക്കറ്റ് ഇൻ്റഗ്രേഷൻ, എഫിഷ്യൻസി ആൻഡ് ഇൻഡസ്ട്രി ഓർഗനൈസേഷൻ ഈസ് ഇനോർമസ് നൗ. ഗ്ലോബലൈസേഷൻ്റെ ഫലമായിട്ട് മാർക്കറ്റിൽ തന്നെ ഒരുപാട് ഇൻ്റഗ്രേഷൻസ്, അതായത് ഫോറിൻ കൺട്രീസിലും ഒരുപാട് ഫോറിൻ കൺട്രീസിലും എന്ത് ചെയ്യാൻ പറ്റുന്ന ഡൊമസ്റ്റിക് പ്രൊഡക്റ്റുകൾ വിറ്റഴിക്കാനായിട്ട് സാധിക്കുന്നുണ്ട്. അതുപോലെ ഇൻഡസ്ട്രിയൽ ഓർഗനൈസേഷൻ ആണെങ്കിൽ നല്ല എഫിഷ്യൻ്റ് ആണ്. അതിൻ്റെ വളർച്ച എന്താണ്, വളരെ പെട്ടെന്ന്, നല്ല ഗുഡ്സ് ആണെങ്കിൽ വളരെ പെട്ടെന്നാണ് അതിൻ്റെ വളർച്ച ഉണ്ടാവുന്നത്. The new phase of globalization, which started around the mid-20th century, became very widespread, more pronounced and overcharging since the late 1980s. ഇപ്പോൾ പുതിയ ഗ്ലോബലൈസേഷന് പുതിയൊരു മുഖം എന്ന് പറയുന്നത്, പുതിയൊരു മാറ്റം എന്ന് വന്നത് ഒരു 20ാം നൂറ്റാണ്ടിന് മധ്യകാലം ആയപ്പോഴേക്കുമാണ് കേട്ടോ. ഒരുപാട് മേഖലകളിൽ എന്താണ് ഗ്ലോബലൈസേഷൻ കൺസെപ്റ്റ് വന്നിട്ടുണ്ട്, സ്പ്രെഡായെന്ന് വ്യാപിച്ചിട്ടുണ്ട്, കൂടുതലായിട്ടത് ആൾക്കാർ പറഞ്ഞു തുടങ്ങിയിട്ടുണ്ട്. അതുപോലെ 1980 തുടങ്ങി എന്തുണ്ട്, അതിൻ്റെ മാറ്റങ്ങൾ നിലവിൽ വന്നു തുടങ്ങിയിട്ടുണ്ട് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞ കൺസെപ്റ്റ്. ഇറ്റ് ഗ്യാതേർഡ് മോർ momentum from the political and economic changes that swept across the communist countries, the economic reforms in other countries, the establishment of WTO, etc. ഇപ്പോൾ ഒരുപാട് പൊളിറ്റിക്കലായാലും ഇക്കണോമിക് ചേഞ്ചസ് ആയിട്ടുണ്ടെങ്കിലും അക്രോസ് ദ കമ്മ്യൂണിസ്റ്റ് കൺട്രീസ്, കൂടുതലായിട്ട് കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് ഇതിൻ്റെ മാറ്റങ്ങൾ ആദ്യമായിട്ട് മാറ്റങ്ങൾ അനുഭവപ്പെട്ട് തുടങ്ങിയത്.
ഇക്കണോമിക് റിഫോംസ്, ഇക്കണോമിക് സാമ്പത്തികമായിട്ടുള്ള ലിബറലൈസേഷൻ വന്നിട്ടുണ്ട് ഓരോ മറ്റുള്ള രാജ്യങ്ങളിലൊക്കെ. അതുപോലെ അതെന്ത് വന്നതോടുകൂടിയാണ്, വേൾഡ് ട്രേഡ് ഓർഗനൈസേഷൻ എന്നൊരു കൺസെപ്റ്റ് വന്നതോടുകൂടിയാണ് ഇക്കണോമിക് ലിബറലൈസേഷൻ എന്ന കൺസെപ്റ്റ് മറ്റു രാജ്യങ്ങളിൽ വ്യാപിക്കാൻ തുടങ്ങിയത്. അതിനു മുൻപ് കമ്മ്യൂണിസ്റ്റ് പൊളിറ്റിക്കലായിട്ടുള്ള ഇത് നോക്കിയാണെങ്കിൽ കമ്മ്യൂണിസ്റ്റ് രാജ്യങ്ങളിലാണ് കൂടുതലായിട്ട് എന്ത് വന്നത്, ഇക്കണോമിക് ലിബറലൈസേഷൻ എന്ന കൺസെപ്റ്റ് ആദ്യമായി ഡിറൈവ് ചെയ്തത്. അപ്പോൾ അത്രയുമാണ് അതിൻ്റെ സ്കോപ്പ് ആൻഡ് ഇതിൽ പറയണത് കേട്ടോ. ഒറിജിൻ ആൻഡ് സ്കോപ്പ്, ഗ്ലോബലൈസേഷൻ വന്ന വഴിയാണ് പറയണത്. ആദ്യകാലമേ തുടങ്ങിയത് നിലവിൽ ഉണ്ട്. വേൾഡ് വാർ ഫസ്റ്റ് പീരീഡിലാണ് അതിനൊരു മാറ്റം വന്നത് വെച്ചിട്ടുണ്ടെങ്കിൽ, അതിൻ്റെ യുദ്ധം നടന്നുകൊണ്ടിരിക്കുമ്പോൾ തന്നെ ഒരുപാട് റെസ്ട്രിക്ഷൻസ് വന്നു. അത് കഴിഞ്ഞ് 1945 ആയപ്പോഴേക്കും അതൊന്നും കൂടി എന്ത് ചെയ്ത് ഇൻ്റഗ്രേഷൻ വന്ന്, ഗ്ലോബലൈസേഷൻ അല്ലെങ്കിൽ ഇൻ്റഗ്രേഷൻ എന്നൊരു കൺസെപ്റ്റ് വന്നിട്ടുണ്ട്. 1980 ആയപ്പോഴേക്കും അതൊന്നും കൂടി ശക്തിപ്പെട്ട് തുടങ്ങി. ഇനി അതിൻ്റെ കമ്പോണൻസ് ആണ് പറയണത് കേട്ടോ, അല്ലെങ്കിൽ കമ്പോണൻസ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ഓഫ് ഗ്ലോബലൈസേഷൻ ആണ് പറയണത്. Globalization is widely understood to imply economic globalization by way of free movement of factor inputs as well as output between countries. ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ കൂടുതലായിട്ട് പറയുന്നത് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ആണ് പറയണത്. അതായത് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഫ്രീ മൂവ്മെൻറ്റ് ഓഫ് ഫാക്ടർ ഇൻപുട്ട് എന്തൊക്കെയാണ്, ലേബർ ക്യാപിറ്റൽ, അതാണ് ഫാക്ടർ ഇൻപുട്ട്. അത് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, രാജ്യങ്ങൾ തമ്മിൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും, ക്യാപിറ്റലും ലേബറും. ഇറ്റ് ഈസ് നോട്ട് ഓൺലി ദ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ ഓഫ് കൺട്രീസ്, ഇത് ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ സാമ്പത്തികമായ ഒരു ഇൻ്റഗ്രേഷൻ മാത്രമല്ല വന്നത്, ബട്ട് ഓൾസോ വേരിയസ് അതർ ആസ്പെക്ട്സ് സച്ച് ആസ് ഫിനാൻഷ്യൽ, കൾച്ചറൽ ആൻഡ് പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ അക്രോസ് ദ വേൾഡ്. ഇത് എന്തിനും കൂടി ഒരു ഇൻ്റഗ്രേഷൻ അല്ലെങ്കിൽ കൂട്ടായ്മ കൊണ്ടുവരുന്നുണ്ട്, ഫിനാൻഷ്യലായിട്ടുള്ള കൾച്ചറുകൾ, പൊളിറ്റിക്കൽ ഇൻ്റഗ്രേഷൻ, ലോകത്തെമ്പാടത്തും ഒരേ രീതിയിൽ അത് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. അപ്പോൾ താഴെ പറയുന്ന കമ്പോണൻസ് ആണ് അല്ലെങ്കിൽ ഡയമെൻഷൻസ് ആണ് ഗ്ലോബലൈസേഷൻ ഉള്ളത്. 4 പറയണത്. ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ഉണ്ട്, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ, കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. അത് ഫസ്റ്റത്തെ ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ ആണ് കേട്ടോ. അതിൽ നമുക്കൊരു 4 പോയിന്റ് പറയുന്നുണ്ട് ഇക്കണോമിക് ഗ്ലോബലൈസേഷനിൽ കേട്ടോ. Economic globalization is the increasing economic integration and interdependence of national, regional and local economies across the world through an intensification of cross-border movement of goods, services, technologies and capital. ഇപ്പോൾ ഇക്കണോമിക് ഇൻ്റഗ്രേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ എന്താണ്, ഒരു ഇൻ്റഗ്രേഷനും ഇൻ്റർഡിപ്പെൻഡൻസും ആണ്. നാഷണൽ ആയിട്ടുള്ളത്, റീജിയണൽ ആയിട്ട് രാജ്യങ്ങൾ തമ്മിലുള്ളത്, റീജിയൻസ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിർത്തികൾ തമ്മിലുള്ളത്, ലോക്കൽ ഇക്കണോമീസ് നമ്മുടെ ഡൊമസ്റ്റിക് മാർക്കറ്റിനുള്ളിൽ തന്നെ ലോക്കൽ ഇക്കണോമീസ് ഒരു ഇൻ്റഗ്രേഷനാണ് വരുന്നത്. എങ്ങനെയാണത്, എക്രോസ് ദ വേൾഡ്, ലോകത്തെല്ലായിടത്തും അവർക്ക് എന്ത് ചെയ്യേണ്ടത്, ഇൻ്റഗ്രേറ്റ് ചെയ്ത് പ്രവർത്തിക്കാനായിട്ട് സാധിക്കേണ്ടത്. ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ്, ലോക്കൽ മാർക്കറ്റായിട്ടും ക്രോസ് ബോർഡർ മൂവ്മെൻറ്റ് ഉണ്ട്. സുഗമമായിട്ട് ഗുഡ്സ്, സർവീസ്, ടെക്നോളജി, ക്യാപിറ്റലൊക്കെ ഇത്തരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൈമാറ്റം ചെയ്യുന്നതിന് സാധിക്കുന്നുണ്ട്. അപ്പോൾ അതിനെയാണ് ഇക്കണോമിക് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ദ സ്കോപ്പ് ഓഫ് ഗ്ലോബലൈസേഷൻ കംപ്രൈസസ് ദ ഫോളോയിങ് മേജർ കമ്പോണൻസ്. ഇക്കണോമിക് ഗ്ലോബലൈസേഷനിൽ താഴെ പറയുന്ന കമ്പോണൻസ് അല്ലെങ്കിൽ എലമെൻറ്റ്സ് ആണ് പറയണത് കേട്ടോ. ഒന്നാമത്തെ ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് ആണ് പറയണത്. മെർജിങ് ഓഫ് ദ ഡിസ്റ്റിങ്ക്റ്റീവ് വേൾഡ് മാർക്കറ്റ് ഇൻ ടു എ സിംഗിൾ മാർക്കറ്റ് ഇൻക്രീസ്ഡ് ദ ഓപ്പർച്യൂണിറ്റി ഫോർ മാർക്കറ്റിംഗ് പ്രൊഡക്ട്സ് ഇൻ്റർനാഷണലി. It resulted in an increased competition across the globe and got global acceptance for many consumer products, demand for products in foreign markets, which enabled mass production, increased products and risk diversification are the motives behind globalization of markets. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ മാർക്കറ്റ് എന്ന് പറഞ്ഞാൽ അവരുടെ പ്രധാന ഇതെന്ന് വേൾഡിനെ എന്തായിട്ട് ഒരു സിംഗിൾ മാർക്കറ്റായിട്ട് കൊണ്ടുവരിക, അതിന് ഉയർത്തിക്കൊണ്ടുവരിക എന്നുള്ളതാണ്. പ്രൊഡക്റ്റ് ചെയ്യണം എന്താണ്, നമ്മൾ ഇന്ത്യയിലിരുന്നാണ് മാർക്കറ്റ് ചെയ്യണമെങ്കിൽ ലോകത്തെല്ലായിടത്തും ഒരേ സമയത്ത് എത്തിക്കുന്ന രീതിയിൽ അത് കൺസെപ്റ്റ് ഉയർത്തുക എന്നുള്ളതാണ്. അതിൻ്റെ ഫലമായിട്ട് കോമ്പറ്റീഷൻ കൂടുതലായിരിക്കും ഗ്ലോബൽ വൈസ് ആയിട്ട്. അപ്പോൾ ഗ്ലോബൽ ആക്സെപ്റ്റൻസ് കിട്ടണം എന്നുണ്ടെങ്കിൽ അങ്ങനെ കസ്റ്റമേഴ്സ് നമുക്ക് എന്താണ്, ലോകത്തെല്ലായിടത്തും കസ്റ്റമേഴ്സും ആവശ്യമാണ്. competition across the globe and got global acceptance for many consumer products. ഒരുപാട് കൺസ്യൂമർ പ്രൊഡക്ട്സ് ഉണ്ടായിരിക്കണം, ലോകത്തെല്ലായിടത്തും നമ്മൾക്ക് എന്തുണ്ടായിരിക്കണം, കൺസ്യൂമേഴ്സും ഉണ്ടായിരിക്കണം. ഡിമാൻഡ് ഫോർ പ്രൊഡക്ട്സ് ഇൻ ഫോറിൻ മാർക്കറ്റ്സ് വിച്ച് എനേബിൾ മാസ് പ്രൊഡക്ഷൻസ്. ഫോറിൻ മാർക്കറ്റ്സ് നമ്മളുടെ പ്രൊഡക്റ്റിന് ഡിമാൻഡ് ഉണ്ടെങ്കിൽ നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും,
മാസമായിട്ട് ഒന്നിച്ച് ബൾക്ക് പ്രൊഡക്ഷൻ നടത്താൻ പറ്റും. അതുകൊണ്ട് പ്രോഫിറ്റ് കൂടുതലായിരിക്കും, റിസ്ക് എന്താണ് കുറയ്ക്കുന്നതിന് സാധിക്കും. അപ്പോൾ ഇത് എന്തിനു ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? കൂടുതൽ പ്രോഫിറ്റബിൾ ആയിട്ട് അവരുടെ പ്രോസസ്സ് മാറുന്നതിന് സഹായിക്കേണ്ടത്. അതേത് ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് എന്നുള്ള കൺസെപ്റ്റ് കേട്ടോ. എന്താണ്? വേൾഡിനെ ഒരു എൻറ്റയർ മാർക്കറ്റിനെ വൺ മാർക്കറ്റായിട്ട് കൺസിഡർ ചെയ്യണം. അപ്പം എൻറ്റയർ മാർക്കറ്റിൽ കൺസ്യൂമേഴ്സിന് വേണ്ടിയിട്ടായിരിക്കും പ്രൊഡക്ഷൻ നടത്തുന്നത്. അപ്പോൾ അവർക്ക് എന്താണ്? കോസ്റ്റ് ഓഫ് പ്രൊഡക്ഷൻ കുറവായിരിക്കും, റിസ്ക് കുറവായിരിക്കും. 100 പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുന്ന സെയിം റിസ്ക് തന്നെയായിരിക്കും ലക്ഷക്കണക്കിന് കോടിക്കണക്കിന് പ്രൊഡക്റ്റുകൾ ഒന്നിച്ച് നമ്മൾ മാസ് പ്രൊഡക്ഷൻ നടത്തുമ്പോൾ വന്നത്. അപ്പോൾ അതിനനുസരിച്ച് പ്രോഫിറ്റ് കൂട്ടുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്? ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് എന്ന കൺസെപ്റ്റ് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. രണ്ടാമത്തെ ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ ആണ് പറയുന്നത് കേട്ടോ. ഫ്രീ ഫ്ലോ ഓഫ് ഓൾ ഫാക്ടേഴ്സ് ഓഫ് പ്രൊഡക്ഷൻ ഹാസ് റിസൾട്ട് ഇൻ ഗ്ലോബലൈസ്ഡ് പ്രൊഡക്ഷൻസ്. എന്താണ്? ഫാക്ടേഴ്സ് നമുക്ക് ക്യാപിറ്റൽ ലേബറും പറഞ്ഞ ഫാക്ടേഴ്സ് ആയിട്ട് പറഞ്ഞാൽ അത് ഫ്രീ ആയിട്ട് നമ്മൾക്ക് എന്ത് ചെയ്യാൻ പറ്റും? അത് ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, രാജ്യങ്ങളുടെ യാതൊരു അതിർത്തിയുമില്ലാതെ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഗ്ലോബലൈസ്ഡ് പ്രൊഡക്ഷൻസ് അതിന് ബലമായിട്ട് വരുന്നുണ്ട്. ഫേംസ് ആർ പ്രൊവൈഡഡ് വിത്ത് ദ ഓപ്ഷൻ ടു മാനുഫാക്ചർ പ്രൊഡക്ട്സ് അറ്റ് ലൊക്കേഷൻസ് ഫേവറബിൾ ടു ദം. ഫേമുകൾ എന്താണ്? അവർക്ക് ഫേവറബിൾ ആയിട്ടുള്ള ലൊക്കേഷൻ എവിടെയാണ്, പ്രൊഡക്റ്റിന് ഫേവറബിൾ ആയിട്ട് അവിടെയാണ് അവർ മാനുഫാക്ചർ ചെയ്യണത്. അതുകൊണ്ട് തന്നെ ഫേമിന് ചൂസ് ചെയ്യാൻ പറ്റും ഏത് രാജ്യത്ത് വേണം നമ്മൾക്ക് ഈ മാനുഫാക്ചറിങ് സെറ്റപ്പ് ചെയ്യാൻ, ഫാക്ടറീസ് സെറ്റ് ചെയ്യാമെന്ന്. അതവർ നോക്കണത് അവർക്ക് ആ പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കുമ്പോൾ ഏത് രാജ്യത്താണ് അവരുടെ ഫാക്ടറി സെറ്റ് ചെയ്യണം, അതിനാവശ്യമായ എല്ലാ ഫെസിലിറ്റീസും അവിടെ തന്നെ അവൈലബിൾ ആയിരിക്കണം. വേറെ എങ്ങും പോയി വാങ്ങാൻ പറ്റില്ല. അവർക്ക് എല്ലാ ഫെസിലിറ്റീസും അവൈലബിൾ ആയിട്ടുള്ള ഒരു മാർക്കറ്റിലായിരിക്കും അല്ലെങ്കിൽ ഒരു രാജ്യത്തായിരിക്കും അവരെന്ത് ചെയ്യണത്? അവരുടെ മാനുഫാക്ചറിങ് കൺസേൺ സെറ്റ് ചെയ്യണത്. The quality of various factors production varies from country to country, and thus the firms evaluate various locations across the world to find out the best manufacturing location for their products in terms of quality and cost. ഇപ്പോൾ ക്വാളിറ്റി, ഒരു പ്രൊഡക്ട്സിൻ്റെ ക്വാളിറ്റി അല്ലെങ്കിൽ മാനുഫാക്ചറിങ് ചെയ്യുമ്പോൾ റോ മെറ്റീരിയൽ ക്വാളിറ്റിന്ന് രാജ്യങ്ങൾക്കനുസരിച്ച് ലൊക്കേഷൻസ് അനുസരിച്ചിട്ട് വ്യത്യാസം ഉണ്ടായിരിക്കും. അപ്പോൾ അവർ നോക്കണത് അവരുടെ എൻറ്റയർ മാർക്കറ്റിൽ ഏതൊക്കെ രാജ്യത്ത് ഈ പ്രൊഡക്റ്റിൻ്റെ റോ മെറ്റീരിയൽ അവൈലബിൾ ആണെന്ന് നോക്കും. അതിൽ ബെസ്റ്റ് ക്വാളിറ്റി ഉള്ളതും കോസ്റ്റ് കുറവിന് കിട്ടുന്നതുമായിട്ടുള്ള റോ മെറ്റീരിയൽ ലഭ്യമാകുന്ന രാജ്യം ഏതാണോ അവിടെ ആയിരിക്കും അവരെന്ത് ചെയ്യണത്? അവരുടെ മാനുഫാക്ചറിങ് കൺസേൺ സെറ്റ് ചെയ്യണത്. ക്വാളിറ്റിയും കോസ്റ്റും നോക്കട്ടെ. ബെസ്റ്റ് ക്വാളിറ്റി ആയിരിക്കണം, കോസ്റ്റ് കുറവായിരിക്കണം. ഇമ്പോസിഷൻസ് ഓൺ ഇമ്പോർട്ട്സ് ബൈ ഫോറിൻ കൺട്രി, അവൈലബിലിറ്റി ഓഫ് ക്വാളിറ്റി ഇൻപുട്സ് അറ്റ് ലോ കോസ്റ്റ്, ലെസ് കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ ആൻഡ് ലിബറൽ ലേബർ ലോസ് ആർ സം റീസൺസ് ഫോർ ഗ്ലോബലൈസേഷൻ ഓഫ് പ്രൊഡക്ഷൻ. ഇനി ഗ്ലോബലൈസേഷൻ പ്രൊഡക്ഷൻ എന്ന് പറഞ്ഞാൽ എന്താണ്? ഈസി ആയിട്ട് നമ്മൾക്ക് ക്യാപിറ്റൽ ലേബറുകൾ എന്ത് ചെയ്യാൻ പറ്റും? ട്രാൻസ്ഫർ ചെയ്യാനായിട്ട് സാധിക്കും, യാതൊരു നാഷണൽ ബൗണ്ടറീസോ യാതൊരു റെസ്ട്രിക്ഷൻസും ഇല്ലാതെ. അപ്പോൾ അതിനെ സഹായിക്കണത് അല്ലെങ്കിൽ അതിന് കൂടുതൽ മുൻതൂക്കം കൊടുക്കാൻ കാരണം പറയണത് ഫോറിൻ രാജ്യങ്ങൾ നമ്മൾ ഇമ്പോർട്ടിന് അധികം എന്തില്ല, ബുദ്ധിമുട്ടില്ല, റെസ്ട്രിക്ഷൻസ് ഇല്ല, നല്ല ക്വാളിറ്റിയുള്ള ഇൻപുട്ട് ലോ കോസ്റ്റിന് കിട്ടുന്നുണ്ട്, കോസ്റ്റ് ഓഫ് ട്രാൻസ്പോർട്ടേഷൻ കുറവാണ്, പിന്നെ ലേബർ ലോസൊക്കെ ലിബറലാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യണം? നമുക്ക് പ്രൊഡക്ഷനും എന്താക്കി മാറ്റാൻ പറ്റും? ഗ്ലോബലൈസ്ഡ് ആക്കുന്നതിന് സാധിക്കും. അപ്പോൾ പ്രൊഡക്ഷൻ ഗ്ലോബലൈസ് ആകുമ്പോൾ പ്രത്യേകത ഗുഡ്സിന് എന്താണ്? നല്ല ക്വാളിറ്റിയുള്ള ഗുഡ്സ് ആയിരിക്കും അവരെന്ത് ചെയ്യണത്? പ്രൊവൈഡ് ചെയ്യണത്. മൂന്നാമത്തത് ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. അപ്പം നമ്മൾ ഒന്നാമത്തെ ഇതെന്താണ്? ഇക്കണോമിക്സ്. ഗ്ലോബലൈസേഷൻ ഓഫ് ഇക്കണോമിക്സിൻ്റെ മൂന്നാമത്തെ കമ്പോണൻ്റ് ആണ് കേട്ടോ പറയണത് ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് കേട്ടോ. ഇൻവെസ്റ്റ്മെൻറ്റ് ഓഫ് ക്യാപിറ്റൽ ഇൻ എനി അതർ കൺട്രി ഇൻ ദ വേൾഡ് ഈസ് കോൾഡ് ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്. ഇപ്പോൾ ഗ്ലോബലൈസേഷൻ ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന് പറഞ്ഞാൽ ഏത് രാജ്യത്തിന് എവിടെ വേണമെങ്കിലും എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. ലോകത്തുള്ള ഏത് രാജ്യത്ത് വേണമെങ്കിലും അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇൻവെസ്റ്റ്മെൻറ്റ് നടത്താനായിട്ട് സാധിക്കും. FDI, FPI, FIR സം ഓഫ് ദ വൈഡ്ലി യൂസ്ഡ് മോഡ്സ് ഓഫ് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്. ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റിനെ സഹായിക്കുന്ന സ്കീമുകൾ അല്ലെങ്കിൽ ഓർഗനൈസേഷൻസ് ആണ് ഫോറിൻ ഡയറക്റ്റ് ഇൻവെസ്റ്റ്മെൻറ്റ്, പിന്നെ FPI ഫോറിൻ പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റ്മെൻറ്റ്, ഫോറിൻ ഫിനാൻഷ്യൽ ഇൻസ്റ്റിറ്റ്യൂഷൻസ് കേട്ടോ, FII. ഈ സ്ഥാപനങ്ങളൊക്കെയാണ് കൂടുതലായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ്, മറ്റുള്ള രാജ്യങ്ങളുടെ ഇൻവെസ്റ്റ്മെൻറ്റുകൾ നടത്തുന്ന സ്ഥാപനങ്ങൾ. Increased global trade, avoidance of restrictions and globalization of production, markets and technology are reasons behind the globalization of investment. ഇനി ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ് എന്ന കൺസെപ്റ്റിൽ മാറാനുള്ള കാരണം പറയണത് ഗ്ലോബൽ ട്രേഡ്, ലോകത്തായുള്ള ട്രേഡ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കണം. വേൾഡിനെ തന്നെ ഒരു മാർക്കറ്റായി കണ്ടുകൊണ്ട് ട്രേഡിങ് ഇൻക്രീസ് ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരമാണ്. പിന്നെ യാതൊരു റെസ്ട്രിക്ഷൻസ് ഇല്ല.
എന്തിന് പ്രൊഡക്ഷൻ ഗ്ലോബലൈസ്ഡ് ആയിട്ട് നടത്തുന്ന ആ റെസ്ട്രിക്ഷൻസ് ഇല്ല. മാർക്കറ്റ്സ്, ടെക്നോളജി, ഇതിനൊക്കെ യാതൊരു റെസ്ട്രിക്ഷൻസും എന്തില്ല, അവർ ഇമ്പോസ് ചെയ്യണില്ല. അപ്പോൾ ഈ കാരണങ്ങൾ കൊണ്ട് തന്നെ ഇൻവെസ്റ്റ്മെൻറ്റും എന്തിലേക്ക് മാറി, ഗ്ലോബലൈസേഷൻ എന്ന കൺസെപ്റ്റിലേക്ക് മാറി. അടുത്ത ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജിയാണ് കേട്ടോ. മേക്കിംഗ് യൂസ് ഓഫ് ലേറ്റസ്റ്റ് ടെക്നോളജീസ് വിൽ പ്രൊവൈഡ് കോമ്പിറ്റൻസി ആൻഡ് ദ ഫേംസ് കുഡ് ഗെയിൻ അഡ്വാൻറ്റേജ് ഓഫ് മേക്കിംഗ് ക്വാളിറ്റി ഗുഡ്സ് അറ്റ് ലോ കോസ്റ്റ്. ഇത് പുതിയ ലേറ്റസ്റ്റ് ടെക്നോളജി ഉപയോഗിക്കുന്നതിന് എന്തിനു വേണ്ടി, കോമ്പീറ്റൻസ് ഉയർത്തുന്നതിന് വേണ്ടി അല്ലെ, കാര്യക്ഷമത ഉയർത്തണം. എന്തെങ്കിലും ഡിഫക്റ്റ് ഗുഡ്സിന് വന്നിട്ടുണ്ടെങ്കിൽ അത് മൊത്തം മാർക്കറ്റിനെ അഫക്റ്റ് ചെയ്യും. അപ്പോൾ അതുകൊണ്ട് തന്നെ അവരെപ്പോഴും എന്താണ്, ലോ കോസ്റ്റിന് നല്ല ക്വാളിറ്റിയുള്ള പ്രൊഡക്റ്റ് ഉൽപ്പാദിപ്പിക്കണമെന്ന് ലേറ്റസ്റ്റ് ടെക്നോളജി അവരെപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, പ്രിഫർ ചെയ്യുന്നുണ്ട്. ഫോറിൻ കൊളാബറേഷൻസ് എനേബിൾ ഫേംസ് ടു എക്സ്ചേഞ്ച് ആൻഡ് യൂസ് അഡ്വാൻസ്ഡ് ടെക്നോളജി. ഫോറിൻ രാജ്യങ്ങളുമായിട്ട് കൊളാബറേറ്റ് ചെയ്യുമ്പോൾ അതിനനുസരിച്ചിട്ട് ടെക്നോളജീസും ആർക്ക് കിട്ടും, ഫേമുകൾക്ക് കിട്ടുന്നുണ്ട്. ഓൺ റോയൽറ്റി ബേസിസ് ഓർ ഓൺ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിസ് ദ ഫോറിൻ കമ്പനീസ് ക്യാൻ ഷെയർ ദെയർ ടെക്നോളജീസ് വിത്ത് അതർ കൺട്രീസ്. അപ്പോൾ രാജ്യങ്ങൾ അവരുടെ ടെക്നോളജി ഷെയർ ചെയ്യും. ഒന്നില്ലെങ്കിൽ റോയൽറ്റി ബേസ്, ഇത്ര നാളത്തേക്ക് പാട്ടത്തിന് കൊടുക്കണമെന്ന് അറിയില്ല, അതുപോലെ റോയൽറ്റി ബേസിൽ കൊടുക്കും. അല്ലെങ്കിൽ ഔട്ട്റൈറ്റ് പർച്ചേസ് ബേസിൽ പുറമേക്കൊരു ആൾക്ക് വിൽപ്പന നടത്തുന്ന രീതിയിലായിരിക്കും നടത്തുന്നത്. അപ്പോൾ അത്തരത്തിൽ അവർക്ക് എന്ത് ചെയ്യാൻ പറ്റും, ടെക്നോളജീസും മറ്റുള്ള രാജ്യങ്ങൾക്ക് പ്രൊവൈഡ് ചെയ്യാനായിട്ട് സാധിക്കും. In fields of telecommunications, internet and transportation, globalization technology is widely adopted. ടെലികമ്മ്യൂണിക്കേഷൻസ്, ഇൻ്റർനെറ്റ്, ട്രാൻസ്പോർട്ടേഷൻ, ഈ 3 മേഖലകളിലാണ് കൂടുതലായിട്ട് എന്തുതന്നെ ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജി കൂടുതലായിട്ട് ഉപയോഗിക്കുന്നത്. പുതിയ പുതിയ ടെക്നോളജികൾ അഡോപ്റ്റ് ചെയ്യുന്നത് കേട്ടോ, മറ്റുള്ള രാജ്യങ്ങളിൽ നിന്ന് ഉപയോഗിക്കുന്നത് ടെലികമ്മ്യൂണിക്കേഷനും ഇൻ്റർനെറ്റും ട്രാൻസ്പോർട്ടേഷനും വേണ്ടിയിട്ട് കേട്ടോ. ട്രാൻസ്പോർട്ടേഷനൊക്കെ അല്ലേ ഓരോ രാജ്യങ്ങളിലേക്ക് പോണത്, അവിടുത്തെ ടെക്നോളജി ഉപയോഗിച്ച് കൂടുതൽ സ്പീഡുള്ളത്, കൂടുതൽ ഒന്നും കൂടി എന്ത് ചെയ്യാൻ പറ്റണത്, എവിടെ എത്ര ദൂരത്ത് പോയിട്ടുണ്ടെങ്കിലും അതെവിടെയാണ് നമുക്ക് തിരിച്ചറിയാൻ പറ്റുന്ന അങ്ങനെയൊക്കെ വെച്ചിട്ട് ആണ് ട്രാൻസ്പോർട്ടേഷനിൽ കൂടുതൽ അപ്ഗ്രേഡ് ചെയ്യണത്. അതുപോലെ ഇൻ്റർനെറ്റ് ആൻഡ് ടെലികമ്മ്യൂണിക്കേഷനിൽ ഒരുപാട് മാറ്റങ്ങൾ വരുന്നുണ്ട്. പക്ഷേ അത് ഒരു രാജ്യത്തെ കഴിവ് കൊണ്ടല്ല, മറ്റ് പല രാജ്യങ്ങളും ടെക്നോളജി ഉപയോഗിച്ചിട്ടാണ് അവരുടെ പ്രവർത്തനങ്ങൾ തന്നെ മികവുള്ളത് ആക്കി തീർക്കുന്നത്. അപ്പോൾ ഈ 4 കമ്പോണൻസ് ആണ് എന്തിൽ വന്നത്, ഗ്ലോബലൈസേഷൻ ഓഫ് ഇക്കണോമീസിൽ വന്നത് കേട്ടോ. ഇനി രണ്ടാമത്തെ ഇതാണ് പറയണത്, ഡൈമെൻഷൻസ് ഗ്ലോബലൈസേഷൻ്റെ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷനാണ് കേട്ടോ പറയണത്. ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ മീൻസ് ലിബറലൈസേഷൻ ഓഫ് ക്യാപിറ്റൽ ഫ്ലോ, ഇൻ്റഗ്രേഷൻ ഓഫ് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്, ഓപ്പൺസ് ഓഫ് ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ മാർക്കറ്റ് ടു FIs ആൻഡ് അതർ ബോറോവേഴ്സ് ആൻഡ് പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, and deregulation of banking service across the globe. If has 2 aspects, free flow of capital into and out of the domestic economy and high foreign participation domestic financial system. അപ്പോൾ ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ക്യാപിറ്റൽ യാതൊരു റെസ്ട്രിക്ഷനും ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, മൂവ് ചെയ്യാൻ പറ്റും. ഫിനാൻഷ്യൽ മാർക്കറ്റ്സിനെ ഇൻ്റഗ്രേറ്റ് ചെയ്യാൻ പറ്റും. ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ മാർക്കറ്റിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങളുമായിട്ട് ഡയറക്റ്റ് ചെയ്യാൻ പറ്റും. പിന്നെ ബോറോവേഴ്സ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സുമായിട്ട് കണക്റ്റ് ചെയ്യാനായിട്ട് സാധിക്കും. ബാങ്കിങ് സർവീസുകളെയൊക്കെ രാജ്യത്താകമാനം എല്ലായിടത്തും ഒരേ രീതിയിൽ ഡീറെഗുലേറ്റ് ചെയ്യുന്നതിന് സഹായിക്കുന്നുണ്ട്. അപ്പോൾ അതാണ് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. ക്യാപിറ്റൽ മാർക്കറ്റായാലും മണി മാർക്കറ്റ് ആയിട്ടുണ്ടെങ്കിലും അവിടെ ഫിനാൻഷ്യൽ മാർക്കറ്റും ഇൻ്റഗ്രേറ്റ് ഉണ്ട്. ഏത് മാർക്കറ്റും ആയിട്ടുണ്ടെങ്കിൽ ലോകത്തുള്ള എല്ലാ മാർക്കറ്റുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്തിട്ടുണ്ട്. അവിടെ എന്ത് വേർതിരിവില്ല, ക്യാപിറ്റൽ മാർക്കറ്റാണോ മണി മാർക്കറ്റാണോ എന്ന് വേർതിരിക്കണില്ല. രണ്ടാമത്തെ പറഞ്ഞെന്താണ്, ഓപ്പൺനെസ് ഓഫ് ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ മാർക്കറ്റ്സ്. നമ്മളെ ഫിനാൻഷ്യൽ മാർക്കറ്റ് ഡൊമസ്റ്റിക് രാജ്യത്തുള്ളതിന് ഫോറിൻ ഇൻസ്റ്റിറ്റ്യൂഷണൽ സ്ഥാപനങ്ങൾക്ക് കൂടി എന്ത് ചെയ്യുന്നുണ്ട്, പ്രൊവൈഡ് ചെയ്യുന്നുണ്ട്. അപ്പോൾ അതുകൊണ്ട് തന്നെ എന്ത് ചെയ്യാൻ പറ്റും, കൂടുതലായിട്ട് ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിന് സാധിക്കും. പിന്നെ അതുപോലെ മറ്റുള്ള ബോറോവേഴ്സ്, പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സൊക്കെ ഉണ്ടായിരിക്കും. ഫിനാൻഷ്യൽ ഓപ്പൺനെസ് ഓഫ് ഈച്ച് ഇക്കണോമി ടുവേർഡ്സ് റെസ്റ്റ് ഓഫ് ദ വേൾഡ്. ലോകത്തുള്ള എല്ലാ ഇക്കണോമീസുമായിട്ട് അവർക്ക് എന്ത് ചെയ്യാനും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സ്, ബോറോവേഴ്സിനെയൊക്കെ ഇൻ്റഗ്രേറ്റ് ചെയ്യാനായിട്ട് സാധിക്കും. രാജ്യത്തിനകത്ത് മാത്രമല്ല പുറമേ മറ്റുള്ള രാജ്യങ്ങളിലെ ബോറോവേഴ്സ് ഉണ്ടായിരിക്കും പോർട്ട്ഫോളിയോ ഇൻവെസ്റ്റേഴ്സുമായിട്ട് ഇൻ്റഗ്രേറ്റ് ചെയ്യുന്നതിന് സാധിക്കും. പിന്നെ അതുപോലെ ബാങ്കിങ് സർവീസസും എന്താണ്, എക്രോസ് ദ ഗ്ലോബാണ്, ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിൽ ഡീൽ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. 2 ആസ്പെക്റ്റാണ് പറയണത്. അതിൽ ഫ്രീ ഫ്ലോ ഓഫ് ക്യാപിറ്റൽ ഇൻ ടു ആൻഡ് ഔട്ട് ഓഫ് ദ ഡൊമസ്റ്റിക് ഇക്കണോമി. ഡൊമസ്റ്റിക് ഇക്കണോമിക്ക് അകത്തേക്കും പുറത്തേക്കും ഫ്രീ ആയിട്ട് എന്ത് ചെയ്യാൻ പറ്റും, ഒരു ക്യാപിറ്റൽ എക്സ്ചേഞ്ച് ചെയ്യാനായിട്ട് സാധിക്കും. ആൻഡ് ഹൈ ഫോറിൻ പാർട്ടിസിപ്പേഷൻ ഡൊമസ്റ്റിക് ഫിനാൻഷ്യൽ സിസ്റ്റം. അതുകൂടാതെ നമ്മളുടെ രാജ്യത്തെ ഫിനാൻഷ്യൽ സിസ്റ്റത്തിൽ ഏറ്റവും കൂടുതൽ ഫോറിൻ ഇൻവെസ്റ്റ്മെൻറ്റ് വരുന്നതിനും എന്ത് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ ഹെൽപ്പ് ചെയ്യുന്നുണ്ട്.
മൂന്നാമത്തെ കൾച്ചറൽ ഗ്ലോബലൈസേഷൻ ആണ് കേട്ടോ പറയണത്. ദിസ് ഈസ് ദ കൺവെർജൻസ് ഓഫ് കൾച്ചേഴ്സ് അക്രോസ് ദ വേൾഡ്. എന്തിനെ ഹെൽപ്പ് ചെയ്യേണ്ടത്? ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലുള്ള കൾച്ചറുകൾ അല്ലെങ്കിൽ പല രീതിയിലുള്ള കൾച്ചറുകൾ ഫോളോ ചെയ്യുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. ഇറ്റ് ബ്രിങ്സ് ഇൻക്രീസിങ് ഇൻ്റർ കണക്റ്റഡ്നെസ് എമംഗ് ഡിഫറെൻറ്റ് പോപ്പുലേഷൻ കൾച്ചേഴ്സ്. പലതരത്തിലുള്ള പോപ്പുലേഷൻ പലതരത്തിലുള്ള ജനങ്ങളായിരിക്കും ഉണ്ടാവുന്നത്. അവരുടെ കൾച്ചേഴ്സ് വ്യത്യാസം ഉണ്ടായിരിക്കും. അതൊക്കെ തമ്മിൽ എന്താണ് അറിയുന്നതിനും അവരുമായിട്ട് കൂടിച്ചേർന്ന് പോകുന്നതിന് ഹെൽപ്പ് ചെയ്യുന്നുണ്ട്. Technology plays a major role in sweeping away cultural boundaries and forming a global culture and global society. ടെക്നോളജീസ് ആണ് കൂടുതൽ. ഇൻ്റർനെറ്റ്, കേബിൾ ടി വി, ഇതൊക്കെയാണ് ഏറ്റവും കൂടുതലായിട്ട് ഈ യാതൊരു കൾച്ചറൽ ബൗണ്ടറീസും ഇല്ലാതെ എല്ലാവരുമായിട്ട് ഒരു സൊസൈറ്റി ആയിട്ട് പ്രിഫർ ചെയ്ത് കമ്മ്യൂണിക്കേഷൻ നടത്തുന്നതിന് ഏറ്റവും കൂടുതൽ ഹെൽപ്പ് ചെയ്യണത്. അവിടെ കൾച്ചറൽ ബാരിയേഴ്സോ സൊസൈറ്റിയൽ ബാരിയേഴ്സോ ഇല്ല. എന്തായിട്ടാണ് ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിലുള്ള ആൾക്കാരെന്നുള്ള കൺസെപ്റ്റാണ് വരുന്നത്. Popularity of brands like McDonald's and Coca-Cola etc. across the globe is an evidence of cultural globalization. എന്താണ് ബ്രാൻഡ്? മക്ഡൊണാൾഡ്, കൊക്കക്കോളയൊക്കെ ലോകത്തെല്ലായിടത്തും കിട്ടും. എവിടെ പോയിട്ടുണ്ടെങ്കിലും അവരുടെ ബ്രാഞ്ച് ഉണ്ടായിരിക്കും. ഇതെന്തിനാണ് കാണിക്കുന്നത്? കൾച്ചറൽ ഗ്ലോബലൈസേഷനെയാണ് കാണിക്കുന്നത്. ദേ ആർ പോപ്പുലർ ഐക്കൺസ് ഓഫ് പ്രൊമിനൻറ്റ് കൾച്ചർ. അവരെന്താണ്? നമ്മളുടെ ഒറ്റ കൾച്ചർ എന്നുള്ള സംസ്കാരത്തിൻ്റെ ഒരു കൺസെപ്റ്റായിട്ട് അല്ലെങ്കിൽ ഏറ്റവും ഒരു നല്ലൊരു ഉദാഹരണമായിട്ട് ആരെ പറയാൻ പറ്റും? കൊക്കക്കോള, മക്ഡൊണാൾഡ്സിനെയൊക്കെ പറയാനായിട്ട് സാധിക്കും. അപ്പോൾ അതാണ് കൾച്ചറൽ ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത് കേട്ടോ. ഒരു പ്രൊഡക്റ്റ് തന്നെ എവിടെയാണ് ഉൽപ്പാദിപ്പിക്കുന്നത്, ഏത് രാജ്യത്തിൻ്റെ എന്നാണെന്ന് നോക്കണില്ല. പക്ഷെ അവർ പ്രൊഡക്റ്റ് മാത്രമേ നല്ല അവിടെ എന്തില്ല, ആ ഒരു അമേരിക്ക ഉപയോഗിക്കുന്നതാണ്, ഇന്ത്യ ഉപയോഗിക്കുന്നതാണ്, അങ്ങനെയുള്ള യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ എല്ലായിടത്തും ഒരേ രീതിയിൽ രണ്ട് ഉൽപ്പന്നങ്ങൾ വിൽപ്പന നടത്താനായിട്ട് സാധിക്കുന്നുണ്ട്. നാലാമത്തെ ലാസ്റ്റത്തേണ്ടത് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷനാണ് പറയണത്. ദ കൺവെർജൻസ് ഓഫ് പൊളിറ്റിക്കൽ സിസ്റ്റം ആൻഡ് പ്രോസസ് അറൗണ്ട് ദ വേൾഡ് ഈസ് റെഫേർഡ് ടു ആസ് പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. എന്താണ്? ലോകത്തെല്ലായിടത്തും ഒരേ രീതിയിൽ രാഷ്ട്രീയപരമായ കാര്യങ്ങളിൽ മാറ്റങ്ങൾ വരുന്നതും അതിൻ്റെ പ്രോസസ്സും ലോകത്തെ ചുറ്റി ആണ് നോക്കണത്. അല്ലാണ്ട് ഇപ്പോൾ കേരളത്തിലെ കാര്യങ്ങൾ മാത്രമല്ല നോക്കണത്, മറ്റുള്ള സംസ്ഥാനങ്ങളിൽ നോക്കും, ഇന്ത്യയിലെ മൊത്തത്തിൽ നോക്കും, മറ്റുള്ള രാജ്യങ്ങളിൽ എങ്ങനെ, അങ്ങനെ ഓരോന്നും നമ്മൾ വീക്ഷിക്കുന്നുണ്ട്. അപ്പോൾ ലോകത്ത് ഇപ്പം കൂടുതലും അങ്ങനെ അറിയാൻ കാരണം എന്താണ്? ടെക്നോളജി അപ്ഗ്രേഡ് ചെയ്തുകൊണ്ടാണ് അങ്ങനെയുള്ള വിവരങ്ങൾ നമ്മൾക്കറിയാനായിട്ട് സാധിക്കുന്നത്. അപ്പോൾ നമുക്ക് അതിനനുസരിച്ചുള്ള മാറ്റങ്ങൾ നമ്മളുടെ സിസ്റ്റത്തിൽ വരണമെന്ന് നമുക്ക് ഒരു തോന്നലുണ്ടാവുകയും ചെയ്യും. അപ്പോൾ ഗ്ലോബലായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യണത്? ഈ പൊളിറ്റിക്കൽ വ്യൂവും വരുന്നത്. Thus, globalization may be defined as the process of integration of economic, financial, cultural and political systems across the world. അപ്പോൾ ഗ്ലോബലൈസേഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ്? ഇൻ്റഗ്രേഷൻ, ഇക്കണോമി, ഫിനാൻഷ്യൽ, കൾച്ചറൽ, പൊളിറ്റിക്കൽ, ഇത് എല്ലാനും യാതൊരു ബാരിയേഴ്സും ഇല്ലാതെ എന്താണ് മൊത്തത്തിൽ ലോകത്തെ ഒന്നായി കാണാം. എല്ലാ രീതിയും 4 കാര്യങ്ങൾ ഒന്നായി കാണാം. അതിനെയാണ് ഗ്ലോബലൈസേഷൻ എന്ന് പറയുന്നത്. അപ്പോൾ ഇത്രയും 4 കമ്പോണൻസ് ആണ്, എന്തിനുള്ള ഡയമെൻഷൻസ് ആണ് എന്തിനുള്ളത്? ഗ്ലോബലൈസേഷൻ ഉള്ളത് കേട്ടോ. അതിൽ ആദ്യത്തെ ഗ്ലോബലൈസേഷൻ ഓഫ് ഇക്കണോമിയാണ്. അതിന് 4 ഉണ്ട്. ഗ്ലോബലൈസേഷൻ ഓഫ് മാർക്കറ്റ് ഉണ്ട്, ഗ്ലോബലൈസേഷൻ ഓഫ് ഇൻവെസ്റ്റ്മെൻറ്റ്, ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ, പിന്നെ വന്നത് എന്താണ് ലാസ്റ്റ് പറഞ്ഞത്? കൾച്ചറൽ ഗ്ലോബലൈസേഷൻ. സോറി, 4ാമത്തെ പറഞ്ഞത് മറന്നുപോയി. 4ാമത്തെ ഗ്ലോബലൈസേഷൻ ഓഫ് ടെക്നോളജി. അത് 4ഉം എന്തിൽ വന്നതാണ്? നമ്മളുടെ 1ാമത്തെ കമ്പോണൻറ്റിൽ വന്നതാണ് കേട്ടോ. 2ാമത്തെ ഡയമെൻഷൻസ് ഫിനാൻഷ്യൽ ഗ്ലോബലൈസേഷൻ ആണ്. 3 കൾച്ചറൽ ഗ്ലോബലൈസേഷൻ, 4 പൊളിറ്റിക്കൽ ഗ്ലോബലൈസേഷൻ. അപ്പോൾ ഇത്രയുമാണ് ഇതിലുള്ളത്. ഇതിലെന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കുക, കേൾക്കുക. ടെസ്റ്റ് ഇല്ലാത്തവർ നോട്ട് എഴുതിയെടുക്കുക കേട്ടോ. താങ്ക് യു.